ഈ ഗതാഗത മന്ത്രി CP ജോണിന് വലിയ തട്ടുകേടുകൾ മാത്രമാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അദ്ദേഹം ആദ്യമായിട്ടാണ് ജനപ്രതിനിധിയാവുന്നത്. അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറും അദ്ദേഹം CPM വലിയ നേതാവായിരുന്നു, പിന്നീട് CMP നേതാവൊക്കെ തന്നെയായിരുന്നു. താത്വിക വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്രത്തോളം അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നാണ് നമുക്ക് അദ്ദേഹം മന്ത്രിയുടെ ശേഷമുള്ള പല കാര്യങ്ങളും തെളിയിക്കുന്നത്. CPM മന്ത്രിയാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റിയും അല്ലെങ്കിൽ അറിവും ഒക്കെ വെച്ച് അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാവുമെന്നൊക്കെ പോലും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിയെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നാണ് ഈ MVDയുടെ വിഷയം. അതെ, അടൂരിൽ 2 AMVIമാരെ, അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു. എന്താണ് കാരണം? അതിലൂടെ ഒരു വാഹനം മോഡിഫിക്കേഷൻ വരുത്തിയൊരു വാഹനം അതിലൂടെ വന്നു. അത് പിടികൂടി അതിന് ഫൈൻ അടച്ചു. ഫൈൻ അടച്ചതിൻ്റെ പിന്നാലെ ഈ വാഹനം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്ത വാഹനമാണ്, അതിന് ഫൈൻ അടിച്ചത് ശരിയായില്ല, ഉടൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആറന്മുള MLA അബിൻ വർക്കി വിളിച്ചു പറയും. ഓൺ ദ സ്പോട്ടിൽ ഈ വിളിച്ചു പറഞ്ഞ ഏതാണ്ട് മിനിറ്റുകൾക്കകം ഈ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുന്നു. അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വരുന്നു. ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാകും. അതെ, ഒരാളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണമെങ്കിൽ നടത്തിയിരിക്കണം. അവരുടെ വിശദീകരണം ആവശ്യപ്പെടണം. അവർക്ക് മെമ്മോ കൊടുത്തതിന് ശേഷം വേണം സസ്പെൻഡ് ചെയ്യാൻ. അതേക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകണം എന്ന് ഇരിക്കെ അപ്പോൾ തന്നെ അവരെ 2 പേരെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇത് എന്താണ് കാരണം? മോഡിഫിക്കേഷൻ ചെയ്ത വാഹനം പിടികൂടി പിന്നെ പിഴ അടപ്പിച്ചു. മോഡിഫിക്കേഷൻ ചെയ്ത വാഹനം നിരത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നും അങ്ങനെ കണ്ടാൽ ഓരോ വാഹനത്തിനും 5000 രൂപ വീതം ഒരു നിയമലംഘനത്തിന് പിഴ അടപ്പിക്കണം എന്നും ഉത്തരവിട്ടിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അത് മാത്രവുമല്ല, ഇത്തരക്കാരെ കണ്ടെത്താൻ ഫ്രീക്വൻ്റായിട്ടുള്ള പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവനുസരിച്ചുള്ള പരിശോധനയിൽ ഏർപ്പെട്ടിരുന്ന RTO എൻഫോഴ്സ്മെൻറ്റ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ചാടിപ്പിടിച്ച് സസ്പെൻഡ്. ഈ കോടതി ഉത്തരവ് അതേപടി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞത് കേട്ടുകളില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തുടക്കക്കാരാണെന്നുള്ളതൊന്നും ഇനി ആ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല. CPM ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹം മന്ത്രിയാദ്യമാണെങ്കിൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് മിനിമം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദിച്ച് നടപടിയെടുക്കാമായിരുന്നു. ആദ്യം കാര്യം സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമ്മൾ സിനിമയെ കാണും പോലെയൊക്കെയാണ്, അല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ അല്ല. ഇന്നലെ മറ്റൊരു വീഡിയോ പുറത്തു വന്നു. ഈ വാഹന ഉടമയായിട്ടുള്ള ഈ യുവാവ്, ഇയാളുടെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട്, എനിക്കൊന്ന് ഇയാളുടെ വൈഫാണോ സഹോദരൻ ഏതോ ഒരു സ്ത്രീ ശബ്ദമാണ് കേൾക്കുന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വിട്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇത് ലൈറ്റും വെച്ചുകൊണ്ട് വന്ന ആള് പറയുന്നത്, വാഹന ഉടമ പറയുന്നത്, ഞങ്ങളിത് പ്രളയത്തിനൊക്കെ ഉപയോഗിച്ച വണ്ടിയാണ്, പ്രളയത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ. അപ്പം ഉടനെ അപ്പുറത്ത് നിന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, ഞങ്ങളാരെങ്കിലും പറഞ്ഞു നിങ്ങളിത് പ്രളയത്തിന് ഉപയോഗിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതൊരു വലിയ കുറ്റമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതിലൊക്കെ അങ്ങ് പോട്ടെ, ഇതിനകത്തൊരു നറേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഈ വാഹനം പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട് തകരാറ് പറ്റി നന്നാക്കാൻ കെട്ടി വലിച്ചുകൊണ്ട് അടൂരിന് വരുന്ന വഴിക്കാണ് ഇത് പിടിച്ചതെന്ന് എന്നൊരു വാർത്തയാണ് പരന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചാനലുകൾ വാർത്ത കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ നോക്കി അറിയാമല്ലോ. അല്ല, ഇന്നലെ വീഡിയോ പുറത്ത് വന്നവിടെ അത് മാറി. ഇയാൾ വണ്ടി ഓടിച്ചു വരുന്നു, വരുമ്പോൾ ഈ വാഹനം ജനം പിടിക്കുന്നു, MVD പിടിക്കുന്നു. MVD പിടിച്ചിട്ട് അതിന് പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ അവർ തന്നെ പുറത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു പ്രളയ ദുരിതാശ്വാസത്തിന് നിയമലംഘനം നടത്തിയ ഒരു വണ്ടി പോയി ചെയ്തു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ നിയമലംഘനം അല്ലാതാകുന്നില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാലാണ് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുള്ളത്. അതെ, അതല്ലാതെ സോഷ്യൽ വർക്ക് ചെയ്തവനെങ്കിൽ വാ, നിനക്കിനി എന്ത് കുറ്റവും ചെയ്യാം, ഒരു കുഴപ്പമില്ല, നിനക്ക് ഞങ്ങൾ ക്ലീൻ ചിറ്റ് തന്നിരിക്കുന്നു എന്ന് പറയുന്നതല്ല നമ്മുടെ നാട്ടിലെ രീതി. ഇതുപോലും അറിയാൻ പാടില്ലാതെയാണോ ഈ CPM പോലുള്ള ആൾ ഈ നടപടിക്ക് ഇറങ്ങുന്നത്? അല്ല, അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി നമുക്കെന്നെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവൊക്കെയാണ്. പക്ഷേ ഈ അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് പണം അടയ്ക്കാൻ പറഞ്ഞില്ലേ ഇയാൾ? അതടച്ചോട്ടെ, അതിന്റെ ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസ്സുകാരല്ലോ ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്തത്. അത് കാണിച്ചത് പോലും തെറ്റായ ഒരു നടപടിയാണ്. ഈ വാഹന ഉടമയാണ് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്.
വാഹന ഉടമകൾക്ക് അങ്ങനത്തെ ലൈറ്റ് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല, അത് വെക്കാൻ അനുവദിക്കരുത്. ഇത് അപകടകാരണമാകുമെന്ന് നമ്മൾ പലവണ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇപ്പം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയി എന്ന് പറഞ്ഞ് ഈ വണ്ടിയും കൊണ്ട് നടന്ന് നാളെ നാട്ടിലുള്ള 4 പേരെ ഇടിച്ചങ്ങ് കൊല്ലുക, എന്നിട്ട് ഞങ്ങൾ ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ പങ്കെടുത്ത ആളാണ്, ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇന്നലെ ഈ വീഡിയോസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട്. ഈ തെറി വിളിക്കുന്ന ആൾക്കാരോട് ഒന്നേ ചോദിക്കാവുള്ളൂ, നിങ്ങളുടെയൊക്കെ വണ്ടിയിൽ ഇത്തരം എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഉണ്ടാവും. നിങ്ങൾ ഇതുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എതിരെ വരുന്ന ആളുടെ ബുദ്ധിമുട്ട്. കാരണം ഇത് നിങ്ങളുടെ കയ്യിലാണ് ഈ സാധനം, അതല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലോട്ട് ഇതുപോലെ വരുന്നില്ല. അല്ല, അതല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലും വീട്ടുകാർ വണ്ടി ഇടിച്ച് അപ്പോൾ എതിരെ വരും. നിങ്ങൾ ഈ വാഹനത്തിന്റെ ഹൈ ബീം, തീവ്രതയേറിയ പ്രകാശമുള്ള ലൈറ്റുമായിട്ട് നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ എതിരെ വരുന്ന വാഹനം, ആ വാഹനം നിങ്ങളുടെ കണ്ണിലേക്ക് വെട്ടമടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഇത്തരം ഒരു വാഹനം മതി ഒരു രാത്രിയിൽ 10 അപകടം സൃഷ്ടിക്കാൻ. എത്രയോ അപകടങ്ങൾ നടന്നിരിക്കുന്നു. അപ്പോൾ അത്തരക്കാരെ വെള്ള പൂശാൻ ഒരിക്കലും നമ്മൾ തയ്യാറല്ല. ഏത് വാഹനമായാലും ആൾട്ടർ ചെയ്ത വാഹനം ഓൾട്ടർ ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മര്യാദയ്ക്ക് ഓൾട്ടർ ചെയ്യണം. എന്ത് ഓൾട്ടർ ചെയ്യാമെന്നുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു കാരണവശാലും വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഒന്നും പാടില്ല. ഇപ്പം ചില വാഹനങ്ങൾ ഈ ബമ്പറിൻ്റെ ഒക്കെ അവിടെ കൊണ്ടുവന്ന് വലിയ കനത്തില്ല ലോറിക്കൊക്കെ വെക്കുന്ന പോലെ വലിയ ഇത് കൊണ്ടുവയ്ക്കും, എന്താ അതിന് പറയുന്നത്, എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടുവയ്ക്കും. അത് കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും വണ്ടി അടിച്ചാൽ വണ്ടി അപ്പോഴേ തവിടുപൊടിയായിപ്പോൾ. അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനം എങ്ങനെ മാനുഫാക്ചർ എങ്ങനെ ഇറക്കുന്നോ ആ ഡിസൈനും അതിനും ഒരു അംഗീകാരം ഓരോ മോഡലുകൾക്കും സർക്കാർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, നമ്മുടെ നാട്ടിൽ എവിടെ ഒരു സ്ഥലത്ത് ഇന്നോവ കാറിന് വേണ്ടി മാത്രം ഇതുപോലെ ഹൈ ബീം, പത്തനാപുരത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു ലൈറ്റ്, അതാണ് 35,000 രൂപയാണ് ഈ ഹൈ ബീം ലൈറ്റ് വയ്ക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ 35,000 രൂപ മുടക്കി ഇതും കൊണ്ട് ഇറങ്ങിയിട്ടാണ്. ഇത് ആരുടെയും നെഞ്ചത്തൊന്നും അടിക്കണമല്ലോ, അത്രേ ഉള്ളൂ. യവന്മാർ ഇത് വണ്ടിയും വിട്ടുകൊണ്ട് വരുന്ന വഴിക്ക് എതിരെ ഒരു വണ്ടി ഒറ്റ അടി അടിക്കും. എതിരെ വരുന്ന വണ്ടിക്കാരന് പിന്നെ റോഡും കാണത്തില്ല, കണ്ണും കാണത്തില്ല, അവൻ അടുത്ത പറമ്പിൽ കിടക്കും. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അതാണ് എന്നിട്ട് അത്തരക്കാരെ ന്യായീകരിക്കുകയാണ്. അതാണ് ഒരു സമൂഹം ഒരു പൊതുബോധം ഉണ്ടാക്കി വെക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. ആ തെറ്റായ പൊതുബോധമാണ് അതെന്ന് തിരിച്ചറിയാനുള്ള ഒരു മേധാശക്തി നമ്മുടെ മന്ത്രിമാർക്ക് ഉണ്ടാവണം. ഇപ്പം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞോളൂ, ചെന്നിത്തലയ്ക്ക് പറ്റിയ അബദ്ധം, അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോയി, ബാലൻസ് ചെയ്യാൻ പോയിട്ട് ഇന്നലെ കോടതി എടുത്തിട്ട് ഓടിച്ചു, കണ്ടം വഴി ഓടിച്ചു. അതേ അവസ്ഥ തന്നെയാണ് ഈ പിന്നെ CP ജോണിന് സംഭവിച്ചത്. എന്താണ്, കേട്ട വാദി കേൾക്കാത്ത വാദി, 2 MVD-മാർ. അത് മാത്രമല്ല മുഖ്യമന്ത്രി വരെ ഇതിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇത്തരക്കാരെ ഞാൻ വെച്ചു കൊടുക്കില്ല. എത്രത്തോളം ഉണ്ട് സോഷ്യൽ മീഡിയ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ ശക്തി എന്നുള്ളത്. ഇന്നലെ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, വ്യാജ വാർത്തകൾ വ്യാപകമാകുന്നു, ചാനലുകൾ ഇങ്ങനെ ആകാശത്തു നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നു. സത്യമാണ്, ഈ വാർത്ത അങ്ങനെ സൃഷ്ടിച്ചതാണ്. പ്രളയ ദുരിതാശ്വാസത്തിന് പോയ വാഹനം പിടിച്ച് പെറ്റിയടിച്ചു എന്നും പറഞ്ഞാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു. ഞാൻ അതിന് ഏതാണ്ട് ആദ്യ ദിവസമൊക്കെ നമുക്ക് തോന്നിയത് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയെ തന്നെ പിടിച്ചോണ്ട് ഇനി അഥവാ അന്നേരമാണ് പിടിച്ചതെന്ന് ഇരിക്കട്ടെ, ഇത് അനുവദനീയം അല്ലെങ്കിൽ അതിന് ഫൈൻ അടിച്ചേ പറ്റൂ, അതിന് യാതൊരു സംശയവും വേണ്ട. നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും പോയി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പ്രത്യേക ലൈസൻസ് ആകുന്നില്ല എന്നുള്ള പ്രത്യേക ഓർക്കുക. അതെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇന്നലെ വേറൊരു വാർത്ത കൊടുത്തല്ലോ, അച്ചു ഉമ്മന്റെ വാഹനം ചാണ്ടി ഉമ്മനാണ് ഉപയോഗിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA സഹോദരിയായ അച്ചു ഉമ്മന്റെ പേരിലുള്ള വാഹനം ഉപയോഗിക്കുന്നു. ഈ വാഹനത്തിന് 57 ചെല്ലാനാണ് വന്നിരിക്കുന്നത്. 57 ഗതാഗത നിയമലംഘനമാണ്, 42,000 രൂപയാണ് ഫൈൻ. പൊതുപ്രവർത്തനത്തിന് പോയതാണ് ചാണ്ടി ഉമ്മൻ. ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൊതുപ്രവർത്തനവും. അപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് പോയതായതുകൊണ്ട് ഈ 42,000 രൂപ പിഴ ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. ഏറ്റവും അധികം പറ്റി വന്നിട്ടുള്ളത് അതായത് ഒരു ജനപ്രതിനിധിയാണെന്ന് ഓർക്കണം. ഏറ്റവും നമ്മൾ മാതൃക കാട്ടേണ്ടത് എന്നാണ്, ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാതൃക കാട്ടേണ്ടത്. അങ്ങനെ ഒരു മാതൃക കാട്ടാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഈ നിരത്തി പിടിച്ച് പെറ്റിയടിച്ചിരിക്കുകയാണ് ഇത്രയും. എന്തുകൊണ്ട്? അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാഹനത്തിന് പറ്റി ഒഴിവാക്കാമെങ്കിൽ, അത് പിടിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാമെങ്കിൽ ചാണ്ടി ഉമ്മന്റെ വാഹനത്തിന്റെ പറ്റി ഒഴിവാക്കി കൊടുക്കണം. അതാണ് നല്ലത്. പൊതുപ്രവർത്തനത്തിന് പോയതാണ്, രക്ഷാപ്രവർത്തനം, അതും ഒരു തരം രക്ഷാപ്രവർത്തനം നടത്തിയ ചിത്രങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. നിയമലംഘനം നടത്തിയിട്ട് സെന്റിമെന്റ്സ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്താണെങ്കിലും CP ജോണിനും കൂട്ടർക്കും വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. കാരണം അത് ദിവസങ്ങൾക്കുള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുക മാത്രമല്ല, അതിൽ ലൈജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കഴക്കൂട്ടം RT ഓഫീസിലോട്ട്, ജോയിന്റ് RT ഓഫീസിലോട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്.
മറ്റേ വേറൊരാൾ ഷെറീഫ് എന്ന് പറയുന്ന രണ്ടാമൻ, അദ്ദേഹത്തെ മാവേലിക്കരിക്കാൻ മാറ്റി. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവർക്ക് രണ്ടുപേർക്കും സൗകര്യപ്രദമായ ഓഫീസിലേക്ക് വീടിനടുത്തേക്ക് മാറ്റി അത് കൊടുക്കുകയും ചെയ്തു. ഇപ്പം ഇനി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, വകുപ്പ് തല നടപടി അന്വേഷണം തുടങ്ങി. എന്താ അന്വേഷിക്കാനാണ്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വകുപ്പ് തല നടപടി നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. അതെ, അവർ നിയമം പാലിച്ചതിന് അവർക്കെതിരെ വകുപ്പ് തലമാണ്. അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ, ഇന്നലെ സർക്കാർ ചെയ്ത ബുദ്ധിയാണ്, അല്ലെങ്കിൽ അവർ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചതിനും ഈ പറയുന്ന ഗതാഗത വകുപ്പ് സെക്രട്ടറി അടക്കം കമ്മീഷണർ അടക്കം ഹൈക്കോടതിയിൽ പോയി നിന്ന് മാപ്പ് പറയേണ്ടി വന്നതിനും അതാണ് സംഭവിക്കുന്നത്. മാത്രമല്ല, ഇത്ര തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് ഒരു കാരണവശാലും ഒരു സർക്കാരും നൽകാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് പിന്നെ അതിന്റെ പേരും പറഞ്ഞ് നിയമലംഘനം നടത്താൻ ഈ നാട്ടിൽ ആർക്കും അനുവാദമില്ല, അത് അനുവദിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ വാഹനം കൊണ്ടാകുമ്പോൾ 4 പേരെ ഇടിച്ചു കൊല്ലുക, ഇടിച്ചു കൊന്നു വെച്ചാൽ ഞാനിത് രക്ഷാപ്രവർത്തനം നടത്തിയ വാഹനമാണ്, എന്നെ വെറുതെ വിടണം, ഞാൻ അവിടെ പ്രളയത്തിൽ കുറേ പേരെ രക്ഷിച്ചതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കുറ്റകൃത്യത്തിനും നമ്മുടെ നാട്ടിൽ ഓരോ നിയമം അനുശാസിക്കുന്നുണ്ട്, നിയമ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈടാക്കണം. ഇതേ അടൂരിൽ ഇന്നലെ വീണ്ടും ഈ സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ വേറൊരു വണ്ടി ഇതുപോലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൊണ്ടുവന്നു. 37,500 രൂപ ഫൈൻ എഴുതി കൊടുത്തു. 37,500 രൂപ ഫൈൻ എഴുതി കൊടുത്തു RTO എൻഫോഴ്സ്മെന്റ്. ഈ ഇന്നലെ സമരമൊക്കെ ആയിരുന്നല്ലോ. അതിനുശേഷം ഒരു സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് ഇറങ്ങി അവരെ പിടിച്ചു, ഇത് കണ്ടെത്തി, ഇതെല്ലാം ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവർ ചട്ടപ്പടി സമരത്തിലായിരുന്നു. ഇതൊന്നും സ്വന്തം കാശ് മുടക്കി ആയിരിക്കില്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് വണ്ടി വയ്ക്കാൻ പോകുന്നത്. വീട്ടിൽ അച്ഛനമ്മ പിഴിഞ്ഞങ്ങനെയുള്ള പൈസ കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതല്ല സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ആരും ഇതൊന്നും ചെയ്യാൻ പോകില്ല. അല്ല, ഇത് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ വാർത്ത കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ നമ്മളെ വിളിച്ചും നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് 100% ശരിയാണ്. ഹൈ ബീം ലൈറ്റ് കാരണം റോഡിലേക്ക് നമുക്ക് വാഹനവുമായിട്ട് രാത്രി ഇറങ്ങാൻ കഴിയില്ല. പലയിടത്തും ഈ പ്രശ്നം വരുന്നുണ്ട്. ട്രാഫിക് സിഗ്നലുകളിൽ പോലും ഹൈ ബീം ഇട്ടുകൊണ്ട് എതിരെ വരുന്ന അപ്പുറം ഇപ്പുറം സിഗ്നൽ കാത്ത് നിൽക്കുന്ന വണ്ടികളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഞാൻ പറയുന്നത് ഇനി ചെയ്യേണ്ടത് ഈ ഹൈ ബീം ഇട്ടുകൊണ്ട് വരുന്നവൻ്റെ ലൈസൻസ് പെർമനന്റ് അത് റദ്ദാക്കാനുള്ള പരിപാടി ചെയ്യണം. മാത്രമല്ല, ലൈസൻസ് മാത്രമല്ല, ഇവൻ രാത്രി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ഇവന്റെ ലൈറ്റും കട്ട് ചെയ്ത് മേലാൽ ലൈറ്റ് വെച്ചേക്കരെന്നും പറഞ്ഞ് ഇറക്കി വിടണം. അതാണ് സത്യത്തിൽ വേണ്ടത്. ഇത് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ വാഹനം രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക്. അതായത് ഈ കൊച്ചു കൊച്ചു കാറുകൾക്കൊക്കെ ചെറിയ ലൈറ്റാവുള്ളത്. അവർക്ക് ഈ ഹൈ ബീമിന് എതിരെ വരുന്നതിനെ അതിജീവിക്കാനുള്ള ആക്സിഡന്റ് എത്രയോ പേര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ. അല്ല, നമുക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് നേരെ കൊണ്ട് ഇവനെ ഇടിച്ചാൽ കയറ്റിയാലോ എന്ന്. കാരണം എന്താ പറയുക, പിന്നെ നമ്മുടെ വണ്ടിയും നമ്മളും ചിലപ്പോൾ ചത്തുപോകും. അതാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലാതെങ്കിൽ ഇത് നേരെ കൊണ്ടാക്കി ഇടിച്ച് കയറ്റിയാൽ ഇത്തരം പരിപാടികൾ ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല. എന്താണെങ്കിലും സർക്കാർ സർവോപരി നാണം കെട്ടിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം ഈ ഗതാഗത വകുപ്പാണ് ഏറ്റവും കുത്തഴിഞ്ഞ് കിടക്കുന്നത്. ഈ ഗതാഗത വകുപ്പിൽ കോൺഗ്രസ്സുകാർ കയറി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വരുന്ന ഏറ്റവും വിഷയം എന്താ, ഇവരാരും ഹെൽമെറ്റ് വയ്ക്കാതെ വരും, സീറ്റ് ബെൽറ്റ് ഇടാതെ വരും. കോൺഗ്രസ് ആണ് കതർ വിട്ടിട്ട് ഞാൻ KSUവിൻ്റെ താലൂക്ക് പ്രസിഡന്റാണ്, ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റാണ് എന്നും പറഞ്ഞ് വന്നിട്ട് ഇവർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമായിട്ട് ഉടക്കാണ്. ഇത് പണ്ട് DYFI നേതാക്കന്മാർ കാണിച്ചിരുന്ന അല്ലെങ്കിൽ SFI നേതാക്കന്മാർ കാണിച്ചിരുന്ന അതേ വൃത്തിയാണ് ഇവരും ആവർത്തിക്കുകയാണ്. ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല, ഇത് വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്ന പൂക്കിയെ നാട്ടുകാർ മേളിൽ കയറ്റിട്ടെടുത്ത് താഴോട്ടെടുത്ത് ദൂരെ കളയും. യുവമാരെ ശല്യം സഹിക്കാതെ വരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നതൊന്നും അല്ല സത്യം. യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ വഴിയെ നീങ്ങുക. പൊതുബോധം സൃഷ്ടിക്കുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. ആ പൊതുബോധത്തെ അടിസ്ഥാനമാക്കി പ്രതികരിക്കാൻ നിന്നാൽ എല്ലാവർക്കും പണിയാവും.